പിന്നീട് ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വണ്ടിയിലും കണ്ടിട്ടില്ലാത്തൊരു സ്മാർട്ട് ഫീച്ചറാണ്. നമ്മളിപ്പോൾ ഗുജറാത്തി സ്ട്രീറ്റിലാണുള്ളത്. ഗുജറാത്തിലല്ല, നമ്മുടെ കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലാണുള്ളത്. നമ്മളിന്നൊരു വണ്ടി പരിചയപ്പെടുത്താനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെയുണ്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് പ്യുവർ ഇവിയുടെ ഇ പ്ലൂട്ടോ 7G Max. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലഘട്ടമാണ്. കുറേ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും ഇലക്ട്രിക് കാർസും ബൈക്സും ഒക്കെ നമുക്ക് നമ്മുടെ റോഡ്സിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ ഇവിടെ ഏറ്റവും റേഞ്ച് ഉള്ള ഒരു സ്കൂട്ടറാണ്. ഇതിൻ്റെ റേഞ്ച് ഒരു അസാധ്യ റേഞ്ചാണ്. മീൻസ് പൊതുവേ ഒരു സ്കൂട്ടേഴ്സിൽ നമ്മൾ കാണാൻ സാധിക്കാത്ത റേഞ്ചാണ് ഈ വാഹനത്തിന് അവർ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റും. കുറേ ഹൈലൈറ്റ്സ് ഉണ്ട്, അത് കൂടാതെ കുറേ ഹൈലൈറ്റ്സ് ഉണ്ട്, വേറൊരു വണ്ടിയിലും കണ്ടിട്ടില്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ വഴിയെ പറയാം. ആദ്യം തന്നെ നമ്മൾ ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു റെട്രോ സ്റ്റൈലുള്ള ഒരു ഡിസൈനാണ് എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടപ്പെട്ടത്. നമ്മളൊരു ഒരു 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 വെസ്പ അല്ലെങ്കിൽ ആ ഒരു റെട്രോ സ്കൂട്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലുള്ള ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹെഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇപ്പം കുറേ സ്കൂട്ടേഴ്സിന് ഈ ഒരു ഹെഡ് അവർ കോപ്പി ചെയ്യുന്നുണ്ട്. ഇവരുടെ കോപ്പി ചെയ്യുന്നതല്ല, ഇതേപോലത്തെ ഹെഡ്സാണ് പല ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനും നോർമൽ സ്കൂട്ടേഴ്സിനും വരാറുള്ളത്. സ്കൂട്ടേഴ്സിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടായിരിക്കും അവർ ഹെഡ്ലൈറ്റിനെ കാണുന്നത്. ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. പിന്നീട് അതുപോലെ നല്ല ഹെവി മാക്സ് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും പിന്നീട് അതിൻ്റെ ലോഗോ, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വന്നിരിക്കുന്നു. നല്ലൊരു മഡ് ഫ്ലാപ്പാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. നല്ല വലിയ സൈസാണ്, അതുകൊണ്ടായിരിക്കും ഫ്രണ്ടിൽ നിന്ന് ആ ഒരു വലുപ്പം ഫീൽ ചെയ്യാനായിട്ടുള്ളൊരു സൈസിലുള്ളൊരു മഡ് ഫ്ലാപ്സാണ് കൊടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് ടയേഴ്സാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ അലോയ് വീൽസും ഡിസ്ക് ബ്രേക്സും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സീറ്റ് ഭയങ്കര വൈഡൻഡ് ആയിട്ടുള്ളൊരു സീറ്റാണ്. നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു യാത്രാ മടുപ്പും തോന്നാത്ത രീതിയിൽ നല്ല വൈഡായിട്ടുള്ളൊരു സീറ്റ്സാണ് ഈ വാഹനങ്ങളിൽ വന്നിരിക്കുന്നത്. അതുപോലെ പില്ലിയൻ റൈഡറിനും നല്ല വൈഡ് സീറ്റ്സ് ഉള്ളതുകൊണ്ട് സീറ്റ് നല്ല കുഷീനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സീറ്റിംഗ് കംഫോർട്ട് ഈ വണ്ടിയിൽ കിട്ടുന്നതായിരിക്കും. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് പറയാനുള്ളത്. നമുക്ക് കിലോമീറ്റർ സ്പീഡ്, അതുപോലെ തന്നെ നമ്മുടെ മോഡ്സ്, ഇതെല്ലാം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ആവശ്യത്തിനുള്ള നല്ല ക്ലിയർ വിസിബിലിറ്റി ഉള്ള, പകൽ വെയിലത്തും സൺലൈറ്റിലും നല്ല വിസിബിലിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്വിച്ചസ്, നോർമൽ സ്കൂട്ടേഴ്സിൽ കാണുന്ന എല്ലാ സ്വിച്ചസും അതേപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഹോണിൻ്റെ സ്വിച്ച് മുകളിലാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ആ ഒരു സ്വിച്ചസിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ സ്വിച്ചസും പിന്നീട് റിവേഴ്സ് മോഡും മോഡ് സെലക്ഷൻ സ്വിച്ചുമാണ് ഒരു എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറയാനായിട്ട്. ഇന്ന് റിവേഴ്സ് മോഡ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. നമുക്ക് വണ്ടി എവിടെയെങ്കിലും നമുക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ചെറുതായിട്ട് അനങ്ങും. ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കോളും. അതായത് അത് വലിയ യൂസ് ഇല്ലാത്ത ഫീച്ചറാണെന്ന് പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വണ്ടി കുറച്ച് ഓടിച്ച് നടന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബാക്കിലോട്ട് നമ്മളിങ്ങനെ കുത്തി തിരിക്കാൻ നോക്കത്തില്ലേ, അങ്ങനെ തിരിക്കുന്നതിന് പകരം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അതിൻ്റെ ഒരു സ്വിച്ചാണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. പിന്നീട് പവർ മോഡ് സെലക്ഷൻ 3 മോഡ്സാണ്. ഇക്കോ മോഡ്, നോർമൽ, സ്പോർട്ട്, അങ്ങനെ 3 മോഡ് 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ 3 മോഡ്സിൻ്റെ സ്വിച്ചസ് റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അത്രയും സ്വിച്ചസാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നീട് ഹാൻഡിൽ ഗ്രിപ്സ് ഒക്കെ നല്ല ഹാൻഡിൽ ഗ്രിപ്സ് ആണ്, കാണാൻ തന്നെ ഒരു പ്രീമിയം ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുള്ള ഹാൻഡിൽ ഗ്രിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നല്ല അത്യാവശ്യമുള്ള നല്ല ബ്രേക്കിങ്ങും പവർ റീജനറേഷനും വന്നിട്ടുണ്ട്. ഇതിന് കോസ്റ്റിംഗ് റീജനറേഷനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും ആക്സിലേറ്ററിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ല റേഞ്ച് റീജനറേറ്റ് ചെയ്യും, ബാറ്ററി റീചാർജ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ പവർ റീജനറേഷനും ഈ ഒരു സ്കൂട്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റേഞ്ച് ഏറ്റവും കൂടുതലെന്ന് അവകാശപ്പെടാനായിട്ടുള്ള കാരണം. പിന്നീട് റിയർ സൈഡിലും ആ ഒരു റെട്രോ ഡിസൈൻ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ടെയിൽ ലാംപ്സ്, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. റിയർ ടയേഴ്സിൻ്റെ സൈസും ആ സെയിം ടയർ സൈസാണ്. നമുക്ക് ടയേഴ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഡിസ്ക് അല്ല, ഇതിൻ്റെ സ്പീഡ് അനുസരിച്ച് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെയാണ് വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഡിസൈൻ വന്നിരിക്കുന്നത്. ഗ്രാബ് റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഡിസൈൻ വൈസ് നല്ല ഒരു ഡിസൈൻ തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. സിറ്റി യൂസിനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മാനുവർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള ഡിസൈനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇനിയും വണ്ടിയുടെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് റേഞ്ച്, ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 201 കിലോമീറ്റർ റേഞ്ചാണ് ഇതിനെ കമ്പനി അവകാശപ്പെടുന്ന ഇക്കോ മോഡിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത്. 201 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല. നമ്മൾ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നോക്കിയാൽ 110, 130 ഒക്കെയാണ് മാക്സിമം റിയൽ ലൈഫിൽ കിട്ടുന്നത്. ഇതിൻ്റെ റിയൽ ലൈഫിൽ എത്ര കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കും. അതായത് ഇതിന് 3 മോഡ്സ് ഉണ്ട്. അതിലെ ഏറ്റവും ബേസിക് 1 മോഡിലാണ് 201. അതുപോലെ സെക്കൻഡ് മോഡിൽ, അത് നോർമൽ മോഡിൽ ഒരു 170 റേഞ്ചും
ഏറ്റവും സ്പോർട്സ് മോഡിൽ ഒരു 150 റേഞ്ചാണ്. 150 സ്പോർട്സ് മോഡിൽ കിട്ടുന്ന ഏതൊക്കെ സ്കൂട്ടേഴ്സ് മീൻസ് 150 റേഞ്ച് സ്പോർട്സ് മോഡിൽ കിട്ടുന്ന എത്ര സ്കൂട്ടേഴ്സ് ഉണ്ടല്ലേ. അപ്പം അതിൻ്റെ എല്ലാം ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങളെ കാണിക്കുക അതിനെ. പിന്നീട് ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വണ്ടിയിലും കണ്ടിട്ടില്ലാത്തൊരു സ്മാർട്ട് ഫീച്ചറാണ് ക്രോളിംഗ് ഫീച്ചർ. അതായത് ഇതിന് പാർക്ക് അസിസ്റ്റ് ഫീച്ചർ എന്നാണ് ഇവർ പറയുന്നത്. വണ്ടി നമ്മൾ എവിടെയെങ്കിലും പാർക്കിംഗ് സ്പോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഉന്തിക്കൊണ്ട് പോകണമെന്ന് ആവശ്യം വരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടയർ പഞ്ചറായി നമുക്ക് ഓടിക്കാൻ പറ്റാത്ത സമയത്ത് വണ്ടി നേരെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ തന്നെ ഇട്ടിട്ട് നമുക്ക് ചുമ്മാ വണ്ടിയുടെ കൂടെ നടന്നു കൊടുത്താൽ മതി. വണ്ടിയുടെ കൂടെ ചുമ്മാ ഒന്ന് നടന്നു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വണ്ടി തന്നെയാണ് നീങ്ങുന്നത്, ഞാൻ പുഷ് ചെയ്യുന്നൊന്നുമില്ല. കണ്ടോ, ആ ഒരു ക്രോളിംഗ് ഫീച്ചറും പാർക്ക് അസിസ്റ്റ് എന്ന പേരിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു സ്മാർട്ട് ഫീച്ചറായിട്ട് തോന്നി. നമുക്ക് എഫേർട്ട് ഇല്ലാതെ വണ്ടി കൊടുക്കാൻ ഒന്നാമത്തെ ചെറിയൊരു ഫീച്ചർ ആണ്. അധികം യൂസ് മീൻസ് എപ്പോഴും യൂസ് ഉള്ള ഫീച്ചറൊന്നും അല്ല, എങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ യൂസ് വരുന്ന ഫീച്ചറാണ്. പിന്നീട് റിവേഴ്സ് മോഡ് നമ്മൾ കാണിച്ചിരുന്നല്ലോ, അത് ഭയങ്കര അടിപൊളിയായിട്ടോ. അത് നല്ല യൂസ്ഫുള്ളുമാണ്. നമ്മൾ കോഴിക്കോട് ടൗണിൽ കുറേ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഫീച്ചറാണ് റിവേഴ്സ് മോഡ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന് 3.5 kWh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. 29 Nm ഓഫ് ടോർക്കും കൊടുത്തിട്ടുണ്ട്. 60 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല 60,000 km ആണ് ഇതിൻ്റെ വാറണ്ടി അവർ കൊടുക്കുമെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത്. പിന്നീട് ഇതിന് സ്മൂത്ത് ത്രോട്ട്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. അതായത് കൈ കൊടുക്കുമ്പോൾ കുതിച്ചു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നോർമൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഭയങ്കര ഓവർ പവേർഡായിട്ട് വരും. ആ ഒരു പ്രശ്നമൊന്നും ഇതിൽ വരുന്നില്ല. നമ്മൾ ആവശ്യത്തിനുള്ള പവറേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പിന്നീട് ഹിൽ ഹോൾഡ് അസിസ്റ്റും ഹിൽ ഡിസെൻറ്റ് കൺട്രോളും അങ്ങനെ എല്ലാം ഉണ്ട്. കയറ്റം കയറുമ്പോഴും ഇറക്കിറങ്ങുമ്പോഴും ഇതിൻ്റെ ഒരു അസിസ്റ്റ് കാണും. വണ്ടി കയറ്റുന്ന നിർത്തിയിടുമ്പോൾ ബാക്കിലോട്ട് പോവില്ല, അത് വണ്ടി ഒന്ന് പിടിച്ച് നിർത്തും. കുറച്ച് നേരം നമുക്ക് കയറിപ്പോകാനായിട്ടുള്ള ഗ്യാപ്പ് ഈ വണ്ടി തരുന്നതായിരിക്കും. പിന്നീട് പവർ റീജനറേഷൻ പല രീതിയിലാണുള്ളത്. ഇതിൻ്റെ ബ്രേക്കിംഗ് റീജനറേഷൻ ഉണ്ട്, അതായത് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ റീജനറേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ബ്രേക്ക് പിടിക്കാതെ, അതായത് നമ്മൾ ആക്സിലറേഷൻ കൈ എടുത്ത് കഴിയുമ്പോൾ വണ്ടി നീങ്ങുമല്ലോ, ആ സമയത്തും ഇതിൻ്റെ റീജനറേഷൻ പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്ര റേഞ്ച് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ പ്ലൂട്ടോ 7G മാക്സിനെ പറ്റി, പ്യൂർ EVയുടെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇതിൻ്റെ റേഞ്ച് ടെസ്റ്റിലോട്ടാണ് പോകുന്നത്. നമുക്കിത് ഫുൾ ചാർജ് ചെയ്തിട്ട് 100% ചാർജിൽ എത്ര കിലോമീറ്റർ ഓടിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്യൂർ EV ഈ പ്ലൂട്ടോ 7G മാക്സിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ലഗേജ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ 2 പേരിരുന്നായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ 2 പേരിരുന്ന് ആണ് പോകുമ്പോൾ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു എന്നുള്ളതുകൂടെ നമുക്കറിയണമല്ലോ. നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 1729 കിലോമീറ്റേഴ്സാണ് ടോട്ടൽ ആയിട്ടുള്ളത് 100%. അപ്പം എത്ര കിലോമീറ്റേഴ്സ് നമുക്കിതിൽ കവർ ചെയ്യാൻ പറ്റും സിംഗിൾ ചാർജിൽ എന്നാണ് നോക്കുന്നത്. നമ്മൾ മോഡ് 1 മാറ്റി ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റെഡിയാവും. ആ ഒരു ഫസ്റ്റ് മോഡിൽ തന്നെ ആവശ്യത്തിനുള്ള പവറുണ്ട്. ഒരു സ്കൂട്ടറിന് ആവശ്യമായ പവർ ആ ഒരു ഫസ്റ്റ് മോഡിൽ തന്നെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കയറ്റമാണ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കയറ്റത്തിലും നമുക്ക് 32-ൽ ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. 33 സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നലെ വൈകിട്ട് കിട്ടിയതാണ് ഈ വണ്ടി. നമ്മളിപ്പം ഇന്ന് രാവിലെ ഒരു റൈഡിനായിട്ട് ഇറങ്ങിയതാണ്. രാവിലെ ട്രാഫിക്കൊന്നും ഇല്ലാതെ ഇറങ്ങാനായിരുന്നു പ്ലാൻ, പക്ഷേ കുറച്ച് ലേറ്റായി പോയി. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ട്രാഫിക്കിലുള്ളത് തന്നെ ട്രൈ ചെയ്യാം. നമ്മൾ കോഴിക്കോട് ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത്, അങ്ങോട്ടാണ് നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതെ, ഇതിൻ്റെ പവർ റീജനറേഷൻ വേറൊരു ടൈപ്പാണ്. അതിൽ നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതിരിക്കുന്ന സമയത്ത് പവർ റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. കണ്ടോ, ഈ ഒരു സമയത്തൊക്കെ വീണ്ടും ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു ശതമാനം കിലോമീറ്റർ നമുക്ക് അതിൽ നിന്ന് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത്രയും കിലോമീറ്റേഴ്സ് നമുക്ക് ടോട്ടൽ റേഞ്ചിൽ നമുക്ക് കൂടുന്നതായിരിക്കും അത് കാരണം. $63 കിലോമീറ്റേഴ്സ്. ചെറിയൊരു ഇറക്കം കൂടാണ് കേട്ടോ. നല്ല സ്പീഡിൽ പോയാലും ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഇതിലും എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു കാര്യം, ബ്രേക്ക് പിടിച്ചിട്ട് വിടുമ്പോഴുള്ള ഒരു ലാഗ് ഉണ്ടല്ലോ, ചില ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലും ബൈക്സിലൊക്കെ കാണാറുണ്ട്. ആ ഒരു ലാഗ് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഒരു യൂ ടേൺ എടുക്കുകയാണ്, അപ്പം നമ്മൾ വണ്ടി നിർത്തിയിട്ടൊന്ന് തിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, ബ്രേക്കിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ ആ ഒരു ലാഗ് വരും. അപ്പോൾ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ നമുക്ക് വണ്ടി മുന്നോട്ട് നീങ്ങുള്ളൂ.
അല്ലെങ്കിൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ വണ്ടി പുറമോട്ട് പോകുന്ന പോലെയോ അല്ലെങ്കിൽ വണ്ടി ഓടാതിരിക്കുന്ന പോലെയോ ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഇതിലില്ല. നോർമൽ പെട്രോൾ സ്കൂട്ടേഴ്സ് പോലെ തന്നെ ഉണ്ടോ. ആക്ച്വലി ഞാൻ ത്രോട്ടിൽ കൊടുത്ത് വെച്ചേക്കുക ഉണ്ടോ, അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് അതിൽ. ഇതിൻ്റെ ഹോൺ കുറച്ച് മുകളിലോട്ടാണ്, അത് ഒരു കൺഫ്യൂഷനായി കേട്ടോ. പെട്ടെന്ന് ഇൻഡിക്കേറ്റേഴ്സ് താഴെയാണ്, അത് പെട്ടെന്നൊന്ന് യൂസ്ഡ് ആകാൻ സമയം എടുക്കും. വണ്ടി സ്വന്തമായിട്ട് വാങ്ങി കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പം എന്തായാലും അത് യൂസ്ഡ് ആകുമല്ലോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലോട്ട് വന്നു. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ല. നമുക്ക് ചിലപ്പം ഇങ്ങനെയുള്ള സ്പേസുകളിൽ ഉരുട്ടിക്കൊണ്ട് പോകേണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു യൂസ് ഉണ്ട് ഈ ഒരു വണ്ടി കൊണ്ടൊരു AI ഫീച്ചറുണ്ട്. വേറൊരു വണ്ടിയിലും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് ചുമ്മാ ഉരുട്ടിയാൽ മാത്രം മതി, ചുമ്മാ വണ്ടിക്കൊരു സപ്പോർട്ട് കൊടുത്താൽ മതി, വണ്ടി തന്നെ നീങ്ങിക്കൊള്ളുന്നു. ഞാൻ തെളിഞ്ഞൊന്നുമല്ല, വണ്ടി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ. നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും ആ ഒരു ഫീച്ചർ വെച്ച് നമുക്ക് ഉന്തിക്കൊണ്ട് പോകാം. നമുക്ക് യാതൊരു എഫേർട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല, വണ്ടി തന്നെ നീങ്ങിപ്പൊക്കോളും. വണ്ടിയിൽ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും പൊക്കോളുമായിരിക്കും. പക്ഷേ ഞാൻ ഇറങ്ങി ഉന്തുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ചെയ്യാം. ഇപ്പം 1742 കിലോമീറ്റേഴ്സാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റൈഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഗുജറാത്തി സ്ട്രീറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ വണ്ടിയുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെ കുറേ സ്ട്രീറ്റ്സ് ഉണ്ട്. ഒരു പഴമ നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള കുറേ സ്ട്രീറ്റ്സാണ്. നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ പരിസരത്ത് കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ഓടിച്ചാലും ഇതിൻ്റെ റേഞ്ച് അങ്ങോട്ട് കുറയുന്നില്ല. അതിന് മാത്രം നമ്മൾ ഓടിച്ചുമില്ല. 1745 ഒരു 50 കിലോമീറ്റർ ആകുമ്പോൾ എന്താ അവസ്ഥ നോക്കാം. നമ്മൾ മോഡ് 3യിലാണ് ഓടിക്കുന്നത് കേട്ടോ. ഫുള്ള് മോഡ് 1ൽ മോഡ് 3യിലാണ് ഓടിക്കുന്നത്. ഈ 200 കിലോമീറ്റർ റേഞ്ച് കിട്ടണമെങ്കിൽ മോഡ് 1ലാണ് ഓടിക്കേണ്ടത്. മോഡ് 1ൽ ഓടിക്കുമ്പോഴത്തെ പവർ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം, അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മോഡ് 2 മോഡ് 1ലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്തു. അപ്പോൾ പവറിൽ വ്യത്യാസമൊന്നുമില്ല അല്ലേ. ആ ഒരു ടോർക്കിൽ മീൻസ് ആ ഒരു ഇനിഷ്യൽ പിക്കപ്പിൽ വ്യത്യാസമൊന്നുമില്ല. 36 കിലോമീറ്റർ 37ൽ വന്ന് ലിമിറ്റ് ചെയ്യും വണ്ടിയുടെ സ്പീഡ്. അതാണ് ആ ഒരു മോഡ് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഫുൾ ത്രോട്ടിലാണ്, 37ൽ ലിമിറ്റ് ആയിരിക്കുകയാണ്. മോഡ് 2ലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ കണ്ടോ സ്പീഡ് കുറച്ചുകൂടെ കയറും. അതിൻ്റെ ലിമിറ്റ് നമുക്ക് നോക്കാം. 48ൽ വന്ന് ലിമിറ്റ് ചെയ്തു. 49ൽ വന്ന് ലിമിറ്റായി. മോഡ് 3ലിടുമ്പോൾ 60 വരെ ചെന്നെത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ റോഡ് തീർന്നു. നമ്മൾ മുമ്പ് 60 എത്തിച്ചപ്പോൾ കാണിച്ചിരുന്നു. അതാണ് അതിൻ്റെ പവർ മോഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു 35 സ്പീഡിൽ ഇപ്പോൾ നല്ല പ്യുവർ സിറ്റി യൂസ് ആണെങ്കിൽ 35 സ്പീഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് വണ്ടി ഇവിടുന്ന് എടുക്കാം. സാൻഡ് ടെസ്റ്റ് നമ്മൾ സാൻഡിൽ കൂടെ ഒക്കെ ഓടിച്ചു. നമുക്കിനി ഇവിടുന്ന് എടുത്ത് നമുക്ക് അടുത്ത റോഡിലോട്ട് പോകാം. പിന്നെ ഇത്രയും യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ റിവേഴ്സ് മോഡാണ്. റിവേഴ്സ് മോഡ് നല്ല യൂസ്ഫുൾ ആണ്. ഞങ്ങൾ ഓരോരുത്തർക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോഴും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് വണ്ടി ബാക്കിലോട്ട് എടുക്കാൻ വേറെ ആളുടെ ഹെൽപ്പൊന്നും വേണ്ട. നമുക്ക് ചെറിയ കയറ്റമാണെങ്കിൽ പോലും നമുക്ക് റിവേഴ്സ് പോകാൻ പറ്റും. നമ്മൾ ഈ റിവേഴ്സ് കൊടുത്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പം ഈ പോകുന്ന പോലെ 30-40 പോകുന്നു പേടിക്കണ്ട. ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 5 km/h സ്പീഡിൽ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തോട്ട് റിവേഴ്സിൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്പീഡിലേ പോവുള്ളൂ. പിന്നീട് കയറ്റത്ത് നിർത്തുമ്പോഴും ആ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റും ഇറങ്ങുമ്പോൾ ഡിസൻ കൺട്രോളും എല്ലാം ഉള്ളതുകൊണ്ട് അതും നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം സിറ്റിയിൽ ഓടിച്ചു. ഇനിയും എത്ര ഓടിച്ചിട്ടും തീരുന്നില്ല. അതുകൊണ്ട് നാളെ നമ്മൾ ഇവരുടെ ബൈക്കും റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഏതായാലും നമ്മൾ ഒരു ലോങ് റൈഡ് തന്നെ ട്രിപ്പ് പോകാൻ തന്നെ തീരുമാനിച്ചു. വയനാട് റോഡിലോട്ട് പോകാനായിട്ടുള്ളൊരു പ്ലാനാണ്. കാരണം എങ്കിലത് തീരുള്ളൂ എന്ന് മനസ്സിലായി. ഇതിത്രയും എങ്ങനെ ഓടിച്ചാലും ഒരു കട്ട പോലും കുറഞ്ഞിട്ടില്ല. നമ്മൾ അധികം ഓടിയില്ല എങ്കിലും ഒരു കട്ട പോലും കുറയാത്ത സ്ഥിതിക്ക് അത് പിന്നെ മറ്റേ ലോങ് പോയാൽ മാത്രമേ അത് നമുക്ക് റേഞ്ച് മാക്സിമം അറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. പെട്രോൾ പമ്പ് കയറുമ്പോൾ മറ്റേ നമ്മൾ നോർമൽ സ്കൂട്ടേഴ്സും ബൈക്കും ഒക്കെ ആണെങ്കിൽ പമ്പ് കാണുമ്പോൾ കയറണമല്ലോ, അടുത്ത പമ്പിൽ കയറാം, അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഇതങ്ങനെ ഒരു ചിന്തയെ വേണ്ട.
ഇടയ്ക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചാർജ് ചെയ്യണം കേട്ടോ, അത് ഇല്ലയെന്ന് പറയുന്നില്ല. ഇതിന് ഏകദേശം 4 to 5 hours ആണ് ചാർജിങ് ടൈം വരുന്നത്. അതായത് രാത്രി ഉറങ്ങാൻ നേരത്ത് കുത്തിയിട്ട് കഴിഞ്ഞാൽ 4-5 മണിക്കൂർ കൊണ്ട് ചാർജ് ആവും. പിന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട്, അതുകൊണ്ട് പിന്നീട് ചാർജ് ആവില്ല. ഓവർ ചാർജ്, ഓവർലോഡ് അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരില്ല, ഒന്നും പേടിക്കണ്ട. ഒരു 10 വർഷം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പോകുന്ന വണ്ടികളെല്ലാം ഇലക്ട്രിക് ആയിരിക്കും. അല്ല ഒരു 15 വർഷം കഴിയുമ്പോൾ ആലോചിച്ച് നോക്കി, ഇപ്പം 10ൽ 1 ഉള്ളൂ ഇലക്ട്രിക് വണ്ടിയെങ്കിൽ ഒരു 10ൽ 8 ഇലക്ട്രിക് വണ്ടി ആയിരിക്കും അന്ന് കാണാൻ പോകുന്നത്. അന്ന് നമ്മൾ ഈ ഇലക്ട്രിക് വണ്ടി കണ്ടോ എന്ന് പറയുന്ന പോലെ പെട്രോൾ വണ്ടി കണ്ടോ, ഡീസൽ വണ്ടി കണ്ടോ എന്ന് നമ്മൾ പറയേണ്ടി വരും. അതാണ് ഇലക്ട്രിക് വണ്ടികളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതുപോലെ എല്ലാം ഇലക്ട്രിക് ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. ഇതുപോലെ സൗണ്ടുകളോ എക്സോസ്റ്റിൻ്റെ നോട്ടോ ഒന്നും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അത് മിസ് ചെയ്യും. പക്ഷേ അത് പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ഗുണമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് വാഹനം ഉപയോഗിക്കാൻ പറ്റും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും. അപ്പോൾ നമ്മൾ പ്യുവർ EV കാലിക്കറ്റിലാണ്. നമ്മുടെ കയ്യിൽ തന്ന ഈ പ്ലൂട്ടോ 7G മാക്സ് നമ്മൾ ഓടിച്ച് സിറ്റി കൂടെയും ട്രാഫിക്കിൽ കൂടെയും ലോങ്ങും എത്രയൊക്കെ ഓടിക്കാൻ പറ്റുമോ അത്ര ഓടിച്ച് നമ്മൾ 1900 കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞു. നമ്മൾ 1725 കിലോമീറ്ററിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 180 കിലോമീറ്ററിന് മുകളിൽ തന്നെ നമ്മളിപ്പോൾ ഓടിക്കഴിഞ്ഞു. ഇപ്പം വളരെ നല്ലൊരു EV ആണ്. അതായത് ലോങ് ഡ്രൈവ്സ് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച മൊത്തം ഓടിക്കാനുള്ള സൗകര്യം ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ പ്ലൂട്ടോ 7G മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്യൂർ EVയുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റേഞ്ച് കിട്ടും. എത്രയും ഞാൻ ഓടിച്ചിട്ടും, അതായത് നല്ല ഓടിയിലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വീണ്ടും ഇറങ്ങിയതാണ്. അപ്പം അത്രയും കണ്ടിന്യൂസ് കിടന്ന് ഓടിയിട്ട് അങ്ങനെ യാതൊരു പ്രശ്നവും വണ്ടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്യൂർ EVയുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ പലയിടത്തും ഇതിൻ്റെ ഷോറൂമും സർവീസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.